രാത്രി കാലങ്ങളിൽ വാതിലുകൾ പോലും തുറന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു രാജ്യമാണ്. എയർപോർട്ട് ഇല്ല, എംബസി ഇല്ല, കടലില്ല, സ്വന്തമായി റെയിൽവേ ഇല്ല, സ്വന്തമായി ഭാഷയില്ല, സ്വന്തമായി കറൻസി ഇല്ല, സ്വന്തമായി സൈന്യവുമില്ല. എങ്കിലും ലോകത്തെ അതിസമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിപ്പോൾ ഉള്ളത് യൂറോപ്പിലെ മനോഹര രാജ്യമായ ലിക്റ്റൻസ്റ്റൈനിലാണ്. ഇതിൻ്റെ പേര് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ രാജ്യം മനോഹരമാണ്. ഒരുപാട് കോടീശ്വരന്മാർ താമസിക്കുന്ന ഒരു രാജ്യമാണ് ലിക്റ്റൻസ്റ്റൈൻ. സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിലാണ് ഈ ഒരു കുഞ്ഞൻ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. വെറും 39,000 ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഒരു 160 സ്ക്വയർ കിലോമീറ്ററുള്ള ചെറിയൊരു രാജ്യമാണ്. ഒരു 25 കിലോമീറ്റർ വീതിയും ഒരു 6 കിലോമീറ്റർ നീളത്തിലുമുള്ള വളരെ ചെറിയൊരു രാജ്യം. അപ്പോൾ എന്തായാലും ഈ ഒരു ടോയ് ട്രെയിനിൽ കയറി നമുക്ക് ഈ ഒരു ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന മനോഹര രാജ്യത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ടോയ് ട്രെയിൻ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പം കണ്ടില്ലേ, മനോഹരങ്ങളായ വീടുകളാണ്. വീടിൻ്റെ ബാൽക്കണിയിലൊക്കെ പൂക്കൾ ഇങ്ങനെ കുലകുത്തി നിൽക്കുന്ന മനോഹരങ്ങളായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് ഈ ഒരു ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ജർമ്മനാണ്. അതുപോലെ ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് സ്വിസ് ഫ്രാങ്ക് ആണ്. ഇവർക്ക് സ്വന്തമായിട്ട് റെയിൽവേ ഇല്ല. പക്ഷേ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഈ ഒരു ലിക്റ്റൻസ്റ്റൈൻ വഴി ഓസ്ട്രിയയിലേക്ക് ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ നടത്തിപ്പ് ഓസ്ട്രിയയാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും വളരെയധികം കുറഞ്ഞ ഒരു രാജ്യമാണ് ലിക്റ്റൻസ്റ്റൈന്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജയിലുകൾ വിജനമാണ്. അതുപോലെ തന്നെ ഈ രാജ്യം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ കണ്ടില്ല, നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് മുന്തിരിപ്പാടങ്ങളും അതുപോലെ തന്നെ വൈൻ യാർഡുകളുമുള്ള മനോഹരമായ ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു ലിക്റ്റൻസ്റ്റൈന്. കൂടാതെ ഇവിടുത്തെ ടാക്സ് സിസ്റ്റം വളരെയധികം ലിബറലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോടീശ്വരന്മാർ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു ലിക്റ്റൻസ്റ്റൈന്. ഇവിടുത്തെ ആളുകളിൽ 1/3 കോടീശ്വരന്മാരാണെന്ന് തന്നെ പറയാം. അതുപോലെ ദൂരെ ആ മലമുകളിൽ കാണുന്നത് ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരമാണ്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് വിശദമായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെയുള്ള പൗരന്മാരെക്കാട്ടിലും കൂടുതൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ വീണ്ടും നമ്മൾ രാജാവിൻ്റെ കൊട്ടാരം കാണുകയാണ്. ദൂരെ ആ മലമുകളിൽ കാണുന്നതാണ് ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരം. അപ്പം രാജാവും കുടുംബാംഗങ്ങളും ആ കൊട്ടാരത്തിലുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്ലാഗ് ഉയർത്തും, ഇല്ലെങ്കിൽ ആ ഫ്ലാഗ് താഴ്ത്തി വെക്കും. കൂടാതെ ഈ ഒരു ടോയ് ട്രെയിനിലല്ലാതെ തന്നെ ഈ ഒരു രാജ്യം മുഴുവൻ നമുക്ക് നടന്ന് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ രാജ്യം മുഴുവൻ നടന്ന് കാണാം. ആൽപ്സിൻ്റെ മടിത്തട്ടിലുള്ള മനോഹരമായ ഒരു രാജ്യമായതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ചെറിയ കുറ്റിച്ചെടികൾ പോലെ നിറയെ മുന്തിരിയുമായിട്ട് നിൽക്കുന്ന കാഴ്ചകൾ തന്നെ മനോഹരമാണ്. അതുപോലെ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിച്ചു.